أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ ഭരണാധികാരികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയുടെ, ഡ്രഗ്സിൻ്റെ ഉപഭോഗത്തെപ്പറ്റി വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ടായിരിക്കുകയാണ്. കേരളത്തിലുടനീളം ഡ്രഗ്സ് വേട്ടകൾ നടക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി സത്യവിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു പദ്ധതി കൂടിയാണ്. കാരണം ഇസ്ലാമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ, സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ദീൻ. അത് ഇസ്ലാമാണ്. ബാക്കി ഏത് മതങ്ങളിലും ലഹരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രണ്ട് ഓപ്ഷനുകൾ,
രണ്ട് ചോയ്സുകൾ നൽകപ്പെടുന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ദാർശനിക കാഴ്ചപ്പാടുകളാണ് മറ്റേത് മതത്തിലും സ്വീകരിക്കാൻ സാധിക്കുന്നത്. എല്ലാ മതത്തിലും നമ്മൾ ലഹരിയുടെ, ഡ്രഗ്സിൻ്റെ ഉപഭോഗത്തെ നിരാകരിക്കുന്ന വചനങ്ങൾ കാണാം. പക്ഷെ അതോടൊപ്പം തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അനുവദിക്കണം എന്നുള്ള ചിന്തയുള്ള ആളുകൾ, അവർക്ക് കൊടുക്കാവുന്ന ചില ഇളവുകളും ആ വേദഗ്രന്ഥങ്ങളിൽ വ്യാഖ്യാനിച്ച് കണ്ടെത്താൻ സാധിക്കും. നമ്മളൊരു ഉദാഹരണം എടുക്കുക. ബൈബിൾ നോക്കിയാൽ മദ്യപാനി പതിതനാണ് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അപ്പോൾ മദ്യപാനിയായ മനുഷ്യൻ പതിതനാണ്, അവൻ തരം താഴ്ന്നവനാണ്, നിന്ദ്യനാണ് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താ? കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു ക്രിസ്തു തന്നെ മദ്യമുണ്ടാക്കുന്നത്, വീഞ്ഞുണ്ടാക്കുകയും ജനങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ വൈരുദ്ധ്യം ഉണ്ടല്ലോ, വേദഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ വൈരുദ്ധ്യം നമ്മെ സംബന്ധിച്ച് ഉറപ്പാണ് കൈകടത്തപ്പെട്ടതാണ്. ശുദ്ധ ഖുർആൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി വേദഗ്രന്ഥങ്ങളിൽ, അഹ്ലി കിതാബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്താ കാഴ്ചപ്പാട്? കൈകടത്തപ്പെട്ടതാണ്. വേദഗ്രന്ഥത്തോട് യോജിച്ചത് മാത്രമാണ്, വിശുദ്ധ ഖുർആനോട് യോജിച്ചത് മാത്രമാണ് അഹ്ലി കിതാബിന്റെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ അംഗീകരിക്കൂ, സത്യപ്പെടുത്തൂ. ബാക്കിയെല്ലാം കൈകടത്തപ്പെട്ടതാണ്, കളവാണ് എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ബൈബിൾ എടുത്തിട്ട് ഒരു മനുഷ്യന് മദ്യപാനം പാടില്ല എന്ന് പ്രസംഗിക്കാനും പ്രബോധനം ചെയ്യാനും മദ്യപാനി പതിതനാണ് എന്ന പഴയ നിയമത്തിലെ കോട്ടിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ മദ്യവ്യാപാരം നടത്തുന്ന ആളുകൾ, മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ, മദ്യപാനികളായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈ ക്രിസ്തുവേശു മദ്യമുണ്ടാക്കിയത്, വീഞ്ഞുണ്ടാക്കിയത്, വീര്യം കൂടിയ വീഞ്ഞ് എന്നാണ് ബൈബിളിന്റെ പരാമർശം. സാധാരണ കല്യാണങ്ങളിൽ ആദ്യം വീര്യം കൂടിയതും പിന്നെ ആളുകൾ ചരക്ക് കൂട്ടുമ്പോൾ വീര്യം കുറഞ്ഞതും കൊടുക്കുമെങ്കിൽ ക്രിസ്തു പിന്നെ വീഞ്ഞുണ്ടാക്കുന്നത് ആദ്യത്തേതിന് ശേഷമാണ്, രണ്ടാമതാണ്. ഈ കല്യാണത്തിൽ നേരെ തിരിച്ചാണല്ലോ, വീര്യം കൂടിയതാണല്ലോ ലാസ്റ്റ് എന്ന് പറയുന്ന കോട്ട് നമുക്ക് കാണാം. അതെടുത്തിട്ടൊരാൾക്ക് വേണമെങ്കിൽ ക്രിസ്തു ഇത് ഹറാമാക്കിയിട്ടില്ല എന്ന വാദം ഉന്നയിക്കുകയും സൊസൈറ്റിയിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് ലോകത്തെ സകല വേദഗ്രന്ഥങ്ങളിലും കാണാം. ഈ വീക്ഷണത്തിൽ ഏത് വീക്ഷണം സ്വീകരിക്കുന്ന ആളുകളുണ്ടോ അവർക്കൊക്കെ ദുർവ്യാഖ്യാനിക്കാവുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമായിട്ടുള്ള പഴുതുകൾ സകല മതങ്ങളിലുമുണ്ട്, വേദഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി, അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. ഏറ്റവും ശക്തമായിട്ട് ലഹരിയെ, ഡ്രഗ്സിനെ, മദ്യത്തെ ഏറ്റവും കണിശമായും ശാസ്ത്രീയമായും നേരിട്ട ഒരു മതം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം 219 ആയത്ത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. യസ്അലൂനക, താങ്കളോട് അവർ ചോദിക്കുന്നു, അനിൽ ഖംരി വൽ മൈസിർ, ഖംറിനെ പറ്റിയിട്ടും മൈസിറിനെ പറ്റിയിട്ടും അവർ താങ്കളോട് ചോദിക്കുന്നു. എന്താ? മദ്യത്തെ പറ്റിയിട്ടും ചൂതാട്ടത്തെ പറ്റിയിട്ടും താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഫീഹിമാ ഇസ്മുൻ കബീറുൻ, അത് രണ്ടിലും ഇസ്മുൻ കബീറും, വലിയ ദോഷമുണ്ട്, വലിയ തിന്മയുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. വ ഇസ്മുഹുമാ അക്ബറു മിനൻ നഫ്ഇഹിമാ, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, ദോഷമുണ്ട്. നാം മനസ്സിലാക്കിക്കോ. വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ദോഷത്തെക്കാൾ വലുതായിട്ടുള്ളത്, അതിന്റെ ഗുണത്തെക്കാൾ വലുതായിട്ടുള്ളത് അതിന്റെ ദോഷമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. അപ്പൊ ഡ്രഗ്സിനെ പറ്റിയിട്ട് ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഖുർആൻ ആ ഗുണഗണങ്ങൾ കണ്ടിട്ടുണ്ട്. മദ്യത്തെ സംബന്ധിച്ചൊരു സൊസൈറ്റിയുടെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോട്ടറിയെ പറ്റി, ഷോഡതിയെ പറ്റിയിട്ടൊക്കെ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതിന്റെ നന്മകൾ പറയാൻ പറ്റും. ആളുകൾ അതുപയോഗിച്ച് ജീവിക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ പറ്റും. സൊസൈറ്റിന്റെ എക്കണോമിയെ പറ്റി സംസാരിക്കാൻ പറ്റും. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ശരിയാണ്, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടിലും ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ദോഷമാണ്,
ഗുണത്തെക്കാൾ മുന്തി നിൽക്കുന്നത്, കൂടുതലായി നിൽക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അത് കണിശമായിട്ട് വിരോധിച്ചു. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലഹും തുഫ്ലിഹൂൻ. അള്ളാഹു സുബ്ഹാനഹു തആല തീർത്ത് പറയാ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം, നിശ്ചയമായിട്ടും ഖംർ വൽ മൈസിർ, അതുപോലെ തന്നെ ചൂതാട്ടം, മദ്യം ചൂതാട്ടം, വൽ അൻസാബ് പ്രതിഷ്ഠകൾ, ബലിപീഠങ്ങൾ, അതുപോലെ തന്നെ വൽ അസ്ലാം ഭാഗ്യ പരീക്ഷണത്തിന്റെ അമ്പുകോലുകൾ, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ മ്ലേച്ഛ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലഹും തുഫ്ലിഹൂൻ. നിങ്ങളത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നിങ്ങളത് ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിജയിച്ചേക്കും. ഈ പണി ആരുടേതാണ്? മദ്യം എന്ന് പറയുന്നത് ആരുടെ പണിയാണ്? ലഹരി എന്ന് പറയുന്നത്, ഡ്രഗ്സ് എന്ന് പറയുന്നത് ആരുടെ പണിയാണ്? ആ പണി ശൈത്താന്റെ പണിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, അവന്റെ മ്ലേച്ഛ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, പിശാചിന്റെ മ്ലേച്ഛ പ്രവർത്തനത്തിൽപ്പെട്ട പണിയാണത്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താൻ, നിശ്ചയമായിട്ടും ശൈത്താൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻയൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅദാഅ ഫിൽ ഖംറി വൽ മൈസിർ, ഖംർ കൊണ്ടും ലഹരി കൊണ്ടും ഡ്രഗ്സ് കൊണ്ടും മദ്യം കൊണ്ടും അതുപോലെ തന്നെ ചൂതാട്ടങ്ങൾ കൊണ്ടും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിടയിൽ ബൈനകുമുൽ അദാവത വൽ ബഅദാഅ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വർദ്ധിപ്പിക്കാൻ, ഉണ്ടാക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മദ്യം കൊണ്ട് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളതിൻ്റെ അനുഭവമുള്ള ആളുകളാണ്. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്ക് പിറകിലും മദ്യത്തിന്റെ സ്വാധീനം, ഡ്രഗ്സിന്റെ സ്വാധീനം ഉണ്ടാവും. സ്വന്തം മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ മക്കൾ സ്വബോധത്തിൽ സംഭവിക്കില്ല. നമ്മൾ മനസ്സിലാക്കുന്ന, സ്വബോധത്തിൽ മനുഷ്യനത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൃദ്ധയായ വല്യമ്മയെ, നമ്മുടെ ഈ അടുത്ത ജില്ലയിലല്ലേ, വൃദ്ധയായ വല്യമ്മയെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ തലയെടുത്തിട്ട് ഒരു മൂർച്ചയുള്ള വസ്തുവിൽ കുത്തിവെച്ചിട്ട് അത് നോക്കിയിരുന്ന ചെറുമകനെ ഈ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ലഹരിയല്ലാത്ത മറ്റൊന്നതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കൂല. ലഹരിയാണ് മനുഷ്യനെ ഭ്രാന്തനാക്കി കളയുന്നത്. ശൈത്താൻ അതിലൂടെ മനുഷ്യന്മാർക്കിടയിൽ അദാവത്തും ബഅദാ ഉണ്ടാക്കും, ശത്രുതയും വിദ്വേഷം ഉണ്ടാക്കും. ഒരാളോട് മാനവികമായിട്ട് മനുഷ്യത്വമുള്ളൊരു മനുഷ്യന് തോന്നാൻ പാടില്ലാത്തതിൻ്റെ അളവിലേക്ക് ശത്രുതയെ കൊണ്ടുവരും. സാധാരണ ഒരു മനുഷ്യന്മാർക്കിടയിൽ പിണക്കുണ്ടാവും, മനുഷ്യന്മാർക്കിടയിൽ ഇഷ്ടക്കുറവുണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുണ്ടാവും. ആ പരിമിതിയും ലംഘിക്കാൻ, നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കാൻ ശൈത്താന് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ലഹരി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരാം. നമ്മളെ അനുഭവങ്ങളിലൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു വല്യമ്മയെ പേരക്കുട്ടിക്ക് കഴുത്തറുത്ത് കൊല്ലാൻ പറ്റുക? എന്താ റീസൺ? എന്താണ് ആ കുട്ടിനോട് ചെയ്ത തെറ്റെന്താണ്? അവൻ കാശ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല, വല്യമ്മയുടെ ആഭരണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അത് കൊടുക്കാത്തത് കൊണ്ട്, അവന് മരുന്ന് വാങ്ങാൻ സാധിക്കാത്തത് കൊണ്ട്, ഡ്രഗ്സ് വാങ്ങാൻ കഴിയാത്തത് കൊണ്ട്, അത് തടഞ്ഞ വല്യമ്മയോട് അവനിൽ അദാവത്തും ബഅദാഉം ഉടലെടുപ്പിച്ചു. ആര്? ശൈത്താൻ അതുണ്ടാക്കി. അവന്റെ ഹൃദയത്തിൽ, അവന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ അദാവത്തും ബഅദാഉം ശൈത്താൻ അവനിൽ നുരഞ്ഞു പതപ്പിച്ചു കളഞ്ഞു. പിന്നെ അവന്റെ മനസ്സിൽ എന്താ ഉള്ളത്? അവന്റെ മനസ്സിൽ അടങ്ങാത്ത വൈരാഗ്യം, എന്തും ചെയ്യാൻ തോന്നുന്ന സാഹചര്യം. ആ വൃദ്ധയായ തന്റെ മാതാവിനെ ആ ചെറിയ മകൻ അവൻ എന്ത് ചെയ്തു? കോണിപ്പടിയിലേക്ക് ചവിട്ടി തള്ളിയിട്ടു. അവിടെ വെച്ച് അവരുടെ തലയിലേക്ക് അവൻ ആഞ്ഞു ചവിട്ടി. അവരുടെ കഴുത്തെല്ലുകൾ ഒടിഞ്ഞുപോയി. ആ ഒടിഞ്ഞു തൂങ്ങി മരണപ്പെട്ട് കിടക്കുന്ന ആ വല്യമ്മയോടുള്ള കോപം
അവൻ അടങ്ങാതെ അവനൊരു മൂർച്ചയുള്ള ആയുധം കൊണ്ടുവന്ന് ആ വല്യമ്മയുടെ കഴുത്ത് അറുത്ത്, എന്നിട്ടും അവന് തീരാതെ, അദാവത്തും ബഅ്ലാഉം തീരാതെ ആ തല എടുത്തു കൊണ്ടുവന്ന് അവന്റെ സ്റ്റെയർ കേസില് മൂർച്ചയുള്ളൊരു വസ്തുവിൽ അത് കുത്തിവെച്ചിട്ട് അത് നോക്കി ആ രാത്രി മുഴുവൻ അവനിരുന്നു. നിങ്ങൾ നോക്കണം, മനുഷ്യന് സാധിക്കോ? മനുഷ്യനിതിന് സാധിക്കോ? മനുഷ്യന് സാധിക്കില്ല. എത്ര ചീത്ത മനുഷ്യനാകട്ടെ, അവനിത് സാധ്യല്ല. ഇത് മനുഷ്യന്റെ തെറ്റല്ല, ഇത് പൈശാചികതയാണ്. മനുഷ്യന്റെ തെറ്റ് എന്ന് പറഞ്ഞാൽ മാനവികമായ നയവൈകല്യാണ്. നമ്മളൊക്കെ പറയുമല്ലോ, മനുഷ്യനല്ലേ ഇതൊക്കെ പറ്റുമല്ലോ, അത്ര ഒതുങ്ങാവൂ. മനുഷ്യന്റെ തെറ്റ് അത്രേ പറ്റൂ. സമൂഹത്തിലെ ആളുകൾക്ക് പറയാൻ പറ്റണം, മനുഷ്യന്മാരല്ലേ ഇതൊക്കെ സംഭവിക്കും എന്ന് പറയാവുന്ന തെറ്റാണ് മനുഷ്യനിൽ സംഭവിക്കാൻ പാടുള്ളൂ. ഈ തെറ്റ് കേട്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റോ മനുഷ്യനല്ലേ ഇതൊക്കെ സംഭവിക്കും എന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ തെറ്റ് പിശാചിൻ്റെതാണ്, പൈശാചികാണ് ഈ തെറ്റ്, പൈശാചികാണ് ഈ തെറ്റ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅ്ലാഅ ഫിൽ ഖംറി വൽ മൈസിർ. നിങ്ങൾക്കിടയിൽ ഈ ഹംറ് കൊണ്ട് ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുക, അത് പെരുപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് മഹാപാപങ്ങൾ ചെയ്യിക്കുക, ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കുക. അറപ്പില്ലാതെ മനുഷ്യനത് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവനെ തള്ളിവിടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ശൈത്താൻ ഇതുകൊണ്ട് കളിക്കുകയാണ്. നമ്മുടെ രാജ്യം കുറെ കാലമായി വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശത്ത് അന്വേഷിക്കുന്ന ഡാറ്റകൾ അന്വേഷിക്കുന്ന ഏജൻസികൾ മുഴുവൻ പറയുന്നത് കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നതിന്റെ പിറകിൽ ഏതാ? ഈ പറഞ്ഞ ഹംറാണുള്ളത്. എന്താ ഹംറ് എന്ന് പറഞ്ഞാൽ? സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഹംറ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മലയാളത്തിൽ മദ്യം ലഹരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. ശരിക്കും ഹംറ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി, വൽ ഖംറു മാ ഖാമറൽ അഖ്ൽ. വൽ ഖംറു, ഖംർ എന്ന് പറഞ്ഞാൽ മാ ഖാമറൽ അഖ്ൽ, അഖ്ലിനെ, ബുദ്ധിയെ എന്താണോ തകിടം മറിക്കുന്നത്, ആ മറിക്കുന്ന സാധനത്തെയാണ് ഖംർ എന്ന് പറയാ. അപ്പൊ കള്ള് മാത്രല്ല, പാനീയം മാത്രല്ല, മറിച്ച് എന്താ? പുകയായിട്ടും പൊടിയായിട്ടും മണമായിട്ടും നമ്മുടെ തലച്ചോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാ ഖാമറൽ അഖ്ൽ, നമ്മുടെ ബുദ്ധിയെ തകിടം മറിക്കുന്ന വസ്തുവുണ്ടോ? നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന, നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്ന എന്ത് വസ്തുവുണ്ടോ അത് ഖംറാണ്. കള്ള് എന്ന് നമ്മളെ പരിഭാഷപ്പെടുത്തുന്ന എന്താ? നമ്മളെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് മനുഷ്യന്മാർ ഉപയോഗിച്ച ലഹരി വസ്തുവിന്റെ പേര് കള്ള് എന്നായിരുന്നു, അല്ലെങ്കിൽ മദ്യം എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പരിഭാഷകളിലൊക്കെ ഇന്നമൽ ഖംറു വൽ മൈസിർ എഴുതുമ്പോൾ പിന്നെ എന്താ എഴുതി പോവാ? ഖംർ എന്ന് പറഞ്ഞാൽ മദ്യം എഴുതും. മദ്യം മാത്രം എഴുതിയാൽ പോരാ. ഖംറിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മാ ഖാമറൽ അഖ്ൽ, ബുദ്ധിനെ സ്വാധീനിക്കാം. നമ്മുടെ തലച്ചോറ് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാ. നമ്മുടെ കോപം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാകുക. നമ്മുടെ സുഖം, നമ്മുടെ രസം, നമ്മുടെ സന്തോഷം, ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുക. നമ്മുടെ കൺട്രോളിൽ നമ്മളല്ലാതാവുന്ന സ്ഥിതിവിശേഷം ഏതൊന്ന് വരുത്തുന്നുവോ അത് വെള്ളാകാം, അത് പുകയാകാം, പൊടിയാകാം, മണമാകാം. ചിലപ്പോൾ അങ്ങനെ ചില വസ്തുക്കൾ മണപ്പിച്ചാൽ മതി, ചിലത് ശരീരത്തിൽ ഒട്ടിച്ചാൽ മതി. അങ്ങനത്തെ ഡ്രഗ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ആളുകൾ ഒട്ടിച്ചു വെക്കാണ്, ശരീരത്തിൽ ചെറിയ മുറിപ്പാടുണ്ടാക്കിയിട്ട് അതിലേക്ക് ചില വസ്തുക്കൾ, സ്റ്റിക്കറുകൾ പോലത്തെ വസ്തുക്കൾ ഒട്ടിച്ചു വെക്കാണ്. ലഹരി ഇങ്ങനെ ശരീരത്തിലേക്ക് കയറാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ടീനേജുകാരിൽ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്ന അവസ്ഥ നമുക്ക് കാണാം. തലച്ചോറിനെ സ്വാധീനിക്കുന്ന വസ്തു, ആ വസ്തു ഒരാൾ ഉപയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അതിഗൗരവമുള്ള പാപമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാണ്, വിശ്വാസികളെ പഠിപ്പിക്കാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബാബുകൾ ഉണ്ടാകും, അധ്യായങ്ങൾ ഉണ്ടാകും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഖംറിനെ പറ്റി വന്ന ബാബുകൾ നമുക്ക് കാണാം. ബാബു ബയാനി അന്ന കുല്ല മുസ്കിരിൻ ഖംറുൻ വ അന്ന കുല്ല ഖംറിൻ ഹറാമുൻ. ഒരു ബാബാണ്, അധ്യായമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് കൊടുത്ത ബാബാണ്, ഹെഡിങ് ആണ്. ബാബ് എന്ത്? അധ്യായം. ബയാനി അൻ കുല്ലി മുസ്കിരിൻ ഖംറുൻ. എല്ലാ ബുദ്ധിയെ സ്വാധീനിക്കുന്ന വസ്തുക്കൾ. ലഹരി രണ്ട് വിധം ഉണ്ടാവും. ഒന്ന്
നമ്മൾ ഉപയോഗിച്ചാൽ തലച്ചോറിനെ ബാധിക്കാത്ത വേറെ രൂപത്തിൽ കൊണ്ടുപോകുന്ന ലഹരികൾ ഉണ്ടാകാം. ചില മധുരങ്ങൾ അങ്ങനെയാണ്, ലഹരിയാണ്. ചില മധുരങ്ങൾ ലഹരിയാണ്, പക്ഷേ അത് തലച്ചോറിനെ സ്വാധീനിക്കൂല. ഇസ്ലാം കണിശമായി കൈകാര്യം ചെയ്ത വിഷയം ഏതാണ്? കുല്ലു മുസ്കുരിൻ. മുസ്കുരിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതന്നെയാണ് തലച്ചോറിനെ സ്വാധീനിക്കുക. ഒരു മനുഷ്യനെ സെൽഫ് കൺട്രോൾ ഇല്ലാതാക്കുന്ന വസ്തുക്കൾ അത് വന്നാൽ ഖംർ, അതെല്ലാം ഖംറാണ്. വഅന്ന കുല്ല ഖംറിൻ ഹറാമുൻ, എല്ലാ ഖംറും ഹറാമാണ്. എല്ലാ ഖംറും ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുക. അത് സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും LSD സ്റ്റാമ്പുകളായാലും MDMA ആയാലും ഓർഗാനിക് ഡ്രഗ്സ് ആയാലും എല്ലാം റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. മനുഷ്യന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അങ്ങനെ വ്യക്തിത്വത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആ സ്വാധീനിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഹറാമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഹറാമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഹറാം നമ്മൾ ചെയ്തു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്താം. ഇനി ആലോചിച്ചു, ഇപ്പൊ ആളുകൾ പറയുന്നത് അറിയോ? ഇതൊക്കെ ഒരു അളവും തോതും അറിഞ്ഞ് ഉപയോഗിച്ചാൽ, ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ ഒരു അളവും തോതും അറിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. അത് ഓവറാകുമ്പോൾ, കൺട്രോൾ ചെയ്യാൻ അറിയാതെയാകുമ്പോൾ അത്തരം ഉപഭോഗങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുക. കുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇത്. ഉപയോഗിക്കുന്ന ആളുകളെ കൺവീൻസ് ചെയ്യുന്ന രൂപമാണ്. ഇതിനൊക്കെ ഒരു അളവുണ്ട്. നിങ്ങൾ ഇസ്ലാം ഒരു അളവിനെയും പരിഗണിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അളവിനെയും പരിഗണിച്ചിട്ടില്ല. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ ഖലീലി മാ അസ്ഖറ കസീറുഹു. കുറച്ചുപയോഗിക്കുന്ന വസ്തു അത് കുറച്ചധികമായാൽ, അളവ് തെറ്റിയാൽ, തലയെ ബാധിക്കുന്നെങ്കിൽ, അവന് ലഹരി ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുണ്ടുപോലും തൊടുന്നത് ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, മാ അസ്കറ കസീറുഹു ഖലീലുഹു ഹറാമുൻ. ഒരു വസ്തു അധികം ഉപയോഗിച്ചാൽ അവന്റെ തലച്ചോറിനെ, അവന്റെ ബുദ്ധിസ്ഥിരതയെ സ്വാധീനിക്കുന്ന വസ്തുവാണോ അതിന്റെ തുണ്ടുപോലും അവൻ തൊട്ടുപോയാൽ ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റസൂലിന്റെ നാവിലൂടെ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിൽ കാണണം. വസ്തു ഏതോ ആയിക്കോട്ടെ, അതിന്റെ ഉപയോഗത്തിനും ഉപഭോഗത്തിനൊക്കെ അളവും ശാസ്ത്രീയമായ രീതിയൊക്കെ ആളുകൾ പറഞ്ഞുതരും, ഗുണങ്ങളും പറഞ്ഞുതരും. അതാണ് ഖുർആൻ പറഞ്ഞത്. ഗുണമൊക്കെ ഉണ്ടാവാം. ഇപ്പൊ പരീക്ഷാ സമയമാകുമ്പോൾ ഹെവി ആയിട്ട് പഠിക്കാനുള്ള കുട്ടികളുണ്ടാവും. അവരോട് ചില ഡ്രഗ്സുകൾ കൊടുക്കും. ആ ഡ്രഗ്സുകൾ ഉപയോഗിച്ചാൽ ഇത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഹോംവർക്കുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഊർജം പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞിട്ടാ, നന്മ പറഞ്ഞിട്ടാ കൊടുക്കുക. ഖുർആൻ പറഞ്ഞത് എന്താ? നന്മയൊക്കെ ശൈത്താന് പറയാനുണ്ടാവും. നന്മയൊക്കെ വ്യാഖ്യാനിച്ച് പലതും പറയാനുണ്ടാകും. പക്ഷേ അതിന്റെ ദോഷം, ആ ദോഷം നിങ്ങൾ പറയുന്ന നന്മയെ കവച്ചു വെക്കുന്ന, ആ നന്മയെ അപ്പുറം കടക്കുന്ന വലിയ ദോഷമാണ് അതിനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, ഈമാന്റെ അല്പെങ്കിലുള്ള ആളുകൾ അത് തൊട്ടുപോകാൻ പാടില്ല. ഈമാനിന്റെ ഒരു കണികയുള്ളവൻ അതിനെ തൊട്ടുപോകാൻ പാടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അബൂദാവൂദ് 3674 ഹദീസായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ എന്താ? ലഅനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. എന്ത്? അൽ ഖംർ, മദ്യത്തെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ഖംറിനെ ഞാൻ പറഞ്ഞല്ലോ, മദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? തലച്ചോറിനെ സ്വാധീനിക്കുന്ന എല്ലാ ഡ്രഗ്സും ഖംറിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഖംർ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ, ആ ഖംറിനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അത് സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും, അത് പിന്നെ ഓർഗാനിക് ഡ്രഗ്സ് ആയാലും ശരി, MDMA ആയാലും ശരി, കഞ്ചാവ് ആയാലും ശരി, കൊക്കൈൻ ആയാലും ശരി, ഹാഷിഷ് ആയാലും ശരി, മദ്യമായാലും ശരി, അത് ബ്രാൻഡിയും ബിസ്കിയും ചാരായവും കള്ളും എന്തുവാകട്ടെ, മനുഷ്യന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന വസ്തു, ആ വസ്തുവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, അത് കുടിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു, ഉപയോഗിക്കുന്നവനെ. ഒരു പുക നമ്മൾ എടുക്കുമ്പോൾ, മക്കളെ മനസ്സിലാക്കിക്കോ, ഒരു പുക നമ്മൾ എടുക്കുമ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ ശാപമാണ് അവന്റെ തലയിലേക്ക് ഇറങ്ങുന്നത്. ആകാശത്ത് നിന്ന് റബ്ബിന്റെ ശാപമാണ് അവന്റെ തലയിലേക്ക് ഇറങ്ങുന്നത്. അത് കുടിപ്പിക്കുന്നവൻ, ഷെയർ ചെയ്യുന്നവൻ. ഒരു പുക
മറ്റൊരുത്തിന് കൊടുക്കുന്നവൻ, ഒരു ഗ്ലാസ് മറ്റൊരുത്തിന് നീട്ടിയവൻ, അവന്റെ അവസ്ഥ എന്താ? അത് കുടിപ്പിച്ചവൻ, ഉപയോഗിപ്പിച്ചവൻ, അവനെ ഇതാ നാഥൻ ശപിച്ചിരിക്കുന്നു. അത് വിലക്ക് വാങ്ങിയവനെ, അത് വിൽക്കുന്നവനെ, കച്ചവടക്കാരനെ, അത് കൊടുത്ത് പണം വാങ്ങുന്നവനെ. ഇപ്പൊ കുട്ടികൾ അത് ഉപയോഗിക്കുന്ന എന്തിനാ? എളുപ്പം പണം സമ്പാദിക്കാൻ. ഒരു 4 പാക്ക് ആളുകൾക്ക് വിതരണം ചെയ്താൽ അതുകൊണ്ട് ധാരാളം പൈസ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കസ്റ്റമറിനെ വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്താൽ മതി. കസ്റ്റമറിനെ, ക്ലയന്റിനൊക്കെ വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യുകയും പോലീസും നാട്ടുകാരും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. പണം മാത്രമല്ല നിന്നിലേക്ക് വരുന്നത്, നിന്റെ കീശയിലേക്ക് പണം വരുമ്പോ അള്ളാഹുവിന്റെ ശാപം നിന്റെ ജീവിതത്തിലേക്ക് വന്നിറങ്ങുകയാണ്. അത് വിൽക്കുന്നവൻ, അത് പിന്നെ വാങ്ങുന്നവൻ, അത് വാങ്ങുന്നവൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ശപിച്ചിരിക്കുന്നു. അത് പിഴിയുന്നവൻ, നിർമ്മിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ. അത് ആർക്ക് വേണ്ടിയാണോ പിഴിയുന്നവൻ അവൻ, ആർക്ക് വേണ്ടിയാണോ നിർമ്മിക്കുന്നത് അവൻ. വഹാമിലഹ, അത് ആരാണോ ചുമന്നു കൊണ്ടുപോകുന്നത്, അത് ആരാണോ കൈവശം വെച്ച് കൊണ്ടുപോകുന്നത്, ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നടക്കുന്നത്. വൽ മുഹ്മൂലത ഇലൈഹി, ആർക്ക് വേണ്ടിയാണോ അത് ചുമക്കപ്പെട്ടത് അവനും. എല്ലാവരും ശപിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉപയോഗിക്കണോ ശപിക്കപ്പെട്ടു, ഉപയോഗിക്കാൻ അവസരം ഉണ്ടാക്കണോ ശപിക്കപ്പെട്ടു, അത് ഷെയർ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടു, അത് വിൽക്കുന്നവൻ ശപിക്കപ്പെട്ടു, അത് വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടു, അത് പിന്നെ ഉണ്ടാക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ ശപിക്കപ്പെട്ടു. ആരാണോ നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അവനും ശപിക്കപ്പെട്ടു. അത് തലയിൽ പേറിയാൽ കൊണ്ട് അതിങ്ങനെ ചുമട്ടുതൊഴിലാളികൾ കൊണ്ടെത്തിക്കുന്ന പോലെ എത്തിക്കണ പണിയുണ്ടല്ലോ, ആ പണിയെടുത്താൽ പോലും അവന് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ കണ്ടത്? എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ കണ്ടത്? എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നറിയോ? എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, ഫലാ യഖുദ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്ന തീന്മേശയ്ക്ക് അരികിൽ അവൻ ഇരിക്കുക പോലും ചെയ്യരുത്. ഇമാം തുർമുദി ഹസനായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്. ഒരു സ്ഥലത്ത് നമ്മളൊരു വീട്ടിലൊരു പാർട്ടിക്ക് പോകുമ്പോൾ ആ പാർട്ടി നടക്കുന്നിടത്ത് ബിയർ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ, ആ പാർട്ടി നടക്കുന്നിടത്ത് മദ്യപാനുണ്ടെങ്കിൽ, ആ പാർട്ടി നടക്കുന്നിടത്ത് ഏതെങ്കിലും ഖംറിന്റെ വകഭേദം മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തീന്മേശയിൽ, ആ പാർട്ടിയിൽ, അവിടുത്തെ ചെയറിൽ ഒരു ഈമാൻ ഉള്ളവൻ ഇരുന്നുകൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മളെ കല്യാണ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ? മുസ്ലിം കല്യാണ വീടുകളിൽ ചില പ്രദേശങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നുണ്ടാവും, ഇരുട്ടും നിഗൂഢതയും നിറച്ച് ചില സ്ഥലങ്ങളിൽ അവിടെ ബിയർ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുടിക്കുന്ന ആളുകൾ ഉണ്ടാവും. മുസ്ലിം കല്യാണ വീടുകളിൽ ശപിക്കപ്പെട്ടവർ, അള്ളാഹുവിന്റെ ശാപം ഇറങ്ങു വാങ്ങിയവർ. വലിയൊരു സന്തോഷത്തിന്റെ ദിവസം, വലിയൊരു ആനന്ദത്തിന്റെ ദിവസം, അള്ളാഹു നിഅമത്ത് നൽകിയ ഒരു ദിവസം, അള്ളാഹുവിന്റെ വെറുപ്പും ശാപവും കോപവും വാങ്ങുന്ന ഈ മഹാപാപം, അതിന് കളമൊരുക്കുന്നവർ, അത്തരം ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മൾ കടന്നു പോകരുത്. അല്ലെങ്കിൽ കല്യാണ വീട്ടൊക്കെ ഇങ്ങനെ ഹറാം കൊണ്ട്, ധിക്കാരം കൊണ്ട്, മഅസിയത്ത് കൊണ്ട്, പാപം കൊണ്ട് നിറച്ചിട്ടാണല്ലോ നമ്മൾ ആഘോഷിക്കാറ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഈമാനുള്ളവരോട് ഞാൻ പറയാണ്, അല്ലാഹു ഹറാമാക്കിയത് എന്തെങ്കിലും ഒരു പാർട്ടിയിൽ, ഒരു കല്യാണ വീട്ടിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങളത് ബഹിഷ്കരിച്ചോളണം, അത് ബഹിഷ്കരിച്ചോളണം. ആ കല്യാണ വീട്ടിലേക്ക് പിന്നെ പോകരുത്. നമ്മൾ പോയാൽ സൊസൈറ്റിയിൽ മാന്യന്മാരായിട്ട് അറിയപ്പെടുന്നവർ അത്തരം കല്യാണ സദസ്സുകളിൽ ഇരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ആളുകൾ അതിനൊക്കെ ജനറലൈസ് ചെയ്യും. അതിനൊക്കെ സാധാരണമാണ്, സ്വാഭാവികമാണ് എന്ന് ആളുകൾ അതിനൊക്കെ നോർമലൈസ് ചെയ്ത് കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഇത്തരം അല്ലാഹു നിഅമത്ത് നൽകിയ ദിവസങ്ങളിൽ ആർഭാടവും ആഘോഷവും ഒക്കെ പറഞ്ഞിട്ട്, സെലിബ്രേഷന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹു ഹറാമാക്കിയത് കണ്ടാൽ അവിടെ നിന്ന് സത്യവിശ്വാസി എഴുന്നേറ്റോളണം. പിന്നെ അവന്റെ
അവന്റെ ആ കസേരയിൽ അവൻ അവിടെ ഇരിക്കുന്ന ഏർപ്പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ളവൻ, അല്ലാഹുവിൽ വിശ്വസിക്കണോൻ, അള്ളാഹുവിൽ വിശ്വസിക്കണോൻ, പരലോകത്തിൽ വിശ്വസിക്കണോൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കും, എനിക്ക് റൂഹ് വീണ്ടും റബ്ബ് നൽകും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇരിപ്പിടത്തിൽ ഇരുന്ന് പോകരുതെന്ന. നമ്മൾ വേറെ ഭക്ഷണം കഴിക്കാതിരിക്കണല്ലേ, അപ്പുറത്ത് പാർട്ടി ഉണ്ട്, നമ്മളും ആ പാർട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? അവിടെ ഒരു പാർട്ടി അങ്ങനെ നടക്കുന്നതറിഞ്ഞാൽ, ഏതൊരുത്തന്റെ വിവാഹത്തിലാണോ ഈ ഹറാമിന്റെ പാർട്ടി നടക്കുന്നതറിഞ്ഞാൽ, പിന്നെ അപ്പുറത്ത് നമുക്ക് വേറെ വേദി ഒരുക്കിയിട്ടുണ്ടോ ഇല്ലേ, നമ്മുടെ മജ്ലിസിലേക്ക് ഈ ഹറാമ് വരുന്നില്ലല്ലോ, അത് ഒളിപ്പിച്ച രഹസ്യമാക്കിയ സ്ഥലത്തല്ലേ, നമ്മളറിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക, ആ വീട്ടുകാരോട് പറയുക, ഈ ശപിക്കപ്പെട്ട ഏർപ്പാടുള്ള മജ്ലിസിൽ എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നറിയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചേ. നിങ്ങൾ ആലോചിക്കും, മുസ്ലിങ്ങൾ എത്ര അക്രമികളായിട്ട് വേണം ഇത്തരം പാർട്ടികളിൽ ലഹരികൾ ഉപയോഗിക്കുന്നത്. അനുവദിക്കുന്ന കുടുംബങ്ങളെ നമ്മൾ കാണാം. അവർക്കറിയാം അപ്പുറത്തെന്താ നടക്കണേന്ന് അവർക്കറിയാം. ചെറുപ്പക്കാർക്ക് വേണ്ടി ഒഴിച്ചിട്ട സ്ഥലമാണ്. എന്തിനാണ് ചെറുപ്പക്കാർക്ക് സ്വകാര്യത ആസ്വദിക്കാൻ ഒരു സ്ഥലം നമ്മൾ ഒഴിപ്പിച്ചിട്ട് കൊടുക്കുന്നത്? അവിടെ എന്താ നടക്കുക? സാധാരണ നമ്മളൊരു സെൻസ് ഉണ്ടല്ലോ, കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് വെച്ച് ആലോചിച്ചാൽ മതി. അവിടെ എന്തായിരിക്കും നടക്കുക? അത്തരം ഹറാമിന്റെ ശപിക്കപ്പെട്ട ശാപാണ് ലഅനല്ലാഹ് എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. അള്ളാഹ് ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപമാണ് ആ സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഗൗരവത്തിൽ സൂക്ഷിക്കുക. ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട്, ഹംറുമായി ബന്ധപ്പെട്ട്, മാ ഖാമറൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും നമ്മൾ സഹകരിക്കരുത്, അവയുമായി ചേർന്ന് നിൽക്കരുത് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഇതിനെതിരെ സംസാരിക്കാനും ഇതിനെതിരെ പ്രവർത്തിക്കാനും ലഭിക്കുന്ന അവസരങ്ങളെ മുഴുവൻ നമ്മൾ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുകയും അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം അനീതികളിൽ നിന്ന്, ഇത്തരം ചിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പൈശാചികമായ മ്ലേച്ഛവൃത്തികൾ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഈ ഹംറും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട, മറ്റു പാപങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖും അത്തരം ചിന്മകളെ മരണം വരെ എതിർക്കാനും വെറുക്കാനുമുള്ള ഈമാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ ലഹരിയുടെ ഉപഭോഗം പുതിയ തലമുറയിൽ വരുത്തുന്ന അപകടകരമായിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും നിയമപാലകരുമൊക്കെ ഗൗരവത്തിൽ കാണുകയും അതിനെതിരെ പ്രതിരോധങ്ങളും ഓപ്പറേഷനുകളുമൊക്കെ തീർക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ, സാമൂഹിക സാഹചര്യത്തിൽ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഒരു സൽസംരംഭത്തെ എങ്ങനെയാണോ സഹായിക്കാൻ കഴിയുന്നത് അങ്ങനെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. വതആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. അങ്ങനെയാണ് ഖുർആൻ സൂചിപ്പിച്ചത്. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? നന്മയിലും പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ സഹകരിക്കണം. ഇസ്മിലും ഉദ്വാനിലും, പാപത്തിലും അതുപോലെ തന്നെ ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാനും പാടില്ല. ഒരു രാജ്യത്ത്, ഒരു ദേശത്ത്, ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ നന്മയായിട്ട് ബിറായിട്ട് പറയാവുന്ന എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ആ ബിറിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സഹകരിക്കുകയും തആമുൽ ചെയ്യുകയും ചെയ്യുന്ന കൂട്ടത്തിൽ സത്യവിശ്വാസി ഉണ്ടാകണം. ഒരു ഇസ്മായിട്ടും ഉദ്വാനായിട്ടും എന്ത് നടക്കുന്നുവോ, പാപമായിട്ടും ശത്രുതയായിട്ട് എന്ത് നടക്കുന്നുവോ അതുമായിട്ട് പൂർണ്ണമായ ബന്ധവിച്ഛേദനം ചെയ്ത് മാറി നിൽക്കുന്ന, അതിൻ്റെ ഒരു പൊടി പോലും കറ പോലും ശരീരത്തിൽ പറ്റാതെ കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലും സത്യവിശ്വാസി ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന മഹാസംരംഭത്തെ അള്ളാഹുവും റസൂലും
ഒരു സൊസൈറ്റിയിൽ വരണമെന്നാഗ്രഹിച്ച പരിവർത്തനം ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ പദ്ധതിയെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ സമ്പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും എത്രത്തോളം ഇതിൻ്റെ ഗുണഗണങ്ങൾ സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യുക. നമുക്കറിയാം, പൂർണ്ണമായ മദ്യനിരോധനമൊന്നും ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് സാധ്യമല്ല. ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്ത് അതിൻ്റെ നിയമ പരിധികളിൽ ഒരു പൂർണ്ണ മദ്യനിരോധനം എന്നത് അസാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പരമാവധി കുറക്കാൻ, അതിൻ്റെ ഗൗരവം, അതിൻ്റെ അപകടം, അതിൻ്റെ പാർശ്വഫലങ്ങൾ പരമാവധി കുറക്കുന്ന, സമൂഹത്തെ അതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഏർപ്പാടുകളുണ്ടോ അത് പരമാവധി പരിപോഷിപ്പിക്കുകയും അതിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യണം. അത് ഈമാനുമായി ബന്ധപ്പെട്ടാണ്. നല്ല നെയ്യത്തോടു കൂടി ഇത്തരം സംരംഭങ്ങളിൽ നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവേ നിന്റെ മതത്തിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ഈ സംരംഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന നല്ല നെയ്യത്ത് മനസ്സിൽ വെച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിച്ചാൽ അള്ളാഹുവിന് നൽകുന്നൊരു ഇബാദത്തായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല അത് പരിഗണിക്കും എന്നത് ഈ ഇസ്ലാമിനെ പറ്റി ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇൻഷാ അള്ളാഹ് ഇത്തരം ഖംറ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്, മദ്യം എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ, അതിൻ്റെ പരിഭാഷ മദ്യം എന്ന് പറഞ്ഞാൽ പോരാ. മറിച്ച് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുപോലെ വൽ ഖംറു മാ ഖാമറൽ അഖ്ൽ, ബുദ്ധിനെ സ്വാധീനിക്കുന്ന, തലച്ചോറിനെ സ്വാധീനിക്കുന്ന, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അളവ് കൂടിയാൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും ഖംറാണ്. കേവലം കുടിക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പുകക്കുന്നതായാലും മണക്കുന്നതായാലും അത് വലിക്കുന്നതായാലും എന്തായാലും ശരി, അത് അളവ് ഒരു പരിധി വിട്ടാൽ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാത്ത സ്ഥിതിവിശേഷം നൽകുന്ന ഉൽപ്പന്നങ്ങളാണോ അത് മുഴുവൻ ഖംറാണ്. ആ മുഴുവൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുന്നവരെ ശപിച്ചിരിക്കുന്നു. അത് ഒന്ന് വാങ്ങി ഒരുത്തനെ കൈമാറിയാൽ അവനെയും ശപിച്ചിരിക്കുന്നു. അത് ആ കൂട്ടത്തിലിരുന്നാൽ, ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉപയോഗിക്കണില്ല, അവരുപയോഗിക്കാണ്, ഞാൻ ആ കൂട്ടത്തിൽ കൂടാണ് എന്ന് പറഞ്ഞിരുന്നാൽ അത് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ്. അള്ളാഹു ഇത്തരം വെറുക്കപ്പെട്ട സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കാത്തവനെ അവനും അള്ളാന്റെ ശാപം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്ര ഗൗരവത്തിലാണ്. ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത ഖുതുബകളിൽ കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നന്മകൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും ഒന്നും ചെയ്യാതെ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ലഹരികളിൽ നിന്നും എല്ലാവിധ ഖംറിൽ നിന്നും മാറി നിൽക്കാനും അതിൻ്റെ നീരാളിപ്പിടുത്തങ്ങളിൽ നിന്ന് മോചിതമാകാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും മാറി നിന്ന് അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കാൻ, അള്ളാഹു പരിപാവനത്തോടു കൂടി കാണുന്ന ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും ഒന്നൊഴിയാതെ റബ്ബ് പുറത്തു നൽകുമാറാകട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാനിടയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് പരിശുദ്ധരായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.